ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോഴേ ഞങ്ങളുടെ വിശാലമായ പറമ്പിൽ നിന്നുള്ള പുല്ലും ഒക്കെ പറിച്ച് തിന്നുന്നതിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. വിശാലമായ പറമ്പ് എന്നുള്ളത് എൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ഞങ്ങൾക്കൊരു കുഞ്ഞി ഗാർഡനേ ഉള്ളൂ, പക്ഷേ ഇതാണ് എൻ്റെ വിശാലമായ പറമ്പ് എന്ന് ഞാനങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിശാലമായ പറമ്പായില്ലേ. അപ്പം ഞാനും എൻ്റെ സന്തോഷം തമ്മിൽ സത്യം പറഞ്ഞാൽ ഒരു കൊച്ചു ചിന്തയുടെ അകലവേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഈ പറയുന്ന വിശാലമായ പറമ്പും ഈ പറമ്പിലെ വിശേഷമൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാവുന്നു. അപ്പോൾ സാധാരണ ഞാൻ സമ്മർ ആകാറാകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇവിടെ നമുക്ക് ഒരു വർഷം ഒരു 3-4 മാസമേ ചൊവ്വേ സൺലൈറ്റൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷേ ആ സമയം എല്ലാവരും ഭയങ്കരമായിട്ട് കൃഷിയൊക്കെ ചെയ്യും. ഞാനും വല്ലതുമൊക്കെ ചെയ്യാറുണ്ട്, ബീൻസോ എന്തെങ്കിലുമൊക്കെ തക്കാളിയോ ഒക്കെ സാധാരണ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്താ ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ, ഞങ്ങൾ നാട്ടിൽ പോവല്ലേ എന്ന് കരുതി ഞാൻ ഒന്നും ചെയ്തില്ല. പക്ഷെ നമ്മുടെ പറമ്പിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പൂവിടാനും കായ്ക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്നും കിട്ടത്തില്ല, നമ്മൾ ജൂലൈ ആകുമ്പോഴത്തേക്ക് പോകത്തില്ല, ഇതൊക്കെ കായും ഒക്കെ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ പോകും എന്ന് വിചാരിച്ചേ. പക്ഷേ ഇപ്രാവശ്യം നേരത്തെ ഇച്ചിരി ചൂട് വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു മരങ്ങളും ചെടികളും ഒക്കെ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഇതൊക്കെ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആപ്പിളൊക്കെ, ഞാൻ ഇന്നലെ എൻ്റെ മോനോട് പറയുന്ന, ആപ്പിളൊക്കെ ഒരുമാതിരി വാശിക്ക് വലുതായി വരുക, നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങളെ തീറ്റിച്ചിട്ടേ വിടുന്നുള്ളൂ എന്ന് ചെടിക്കൊക്കെ ഒരു വാശി വന്ന പോലെ. അപ്പോൾ ഞാൻ കാണിക്കാവേ. അപ്പോൾ ഇതാണ് എൻ്റെ വിശാലമായ പറമ്പ്. ഇതൊട്ടും മെയിൻറ്റെയിൻഡ് ഒന്നും അല്ല, എങ്കിലും സാധാരണ ഇവിടെ എല്ലാം സാധനങ്ങളെല്ലാം എടുത്തിട്ടേക്ക് വരുന്നു പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അതൊക്കെ ഒന്ന് ഒതുക്കി. സോ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. കണ്ടോ, സ്ട്രോബെറി പഴുത്ത് വരുന്നു. സാധാരണ സ്ട്രോബെറി വരാനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ, പക്ഷേ ഇപ്രാവശ്യം നേരത്തെ ആയി. പിന്നെ കുറച്ച് മിൻറ്റ് ഉണ്ട്. ഇതൊരു മുല്ലയാണ്, പക്ഷേ ആ മുല്ല അധികം പൂക്കാറില്ല. അതെന്താണോ, കണ്ടോ എൻ്റെ ആപ്പിള് സാധാരണയിലുമൊക്കെ നേരത്തെ ഇത്രയും വലുതൊന്നും ഈ സമയത്ത് ആവേണ്ടതല്ല, പക്ഷെ ഇപ്രാവശ്യം എല്ലാം നേരത്തെ ആയി. ചിലപ്പോഴാണെങ്കിൽ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് 1-2 ആപ്പിൾ തിന്നാൻ പറ്റുമായിരിക്കും. ഈ സാധനത്തിൻ്റെ പേരെൻ്റെ വായിക്കൊള്ളാറില്ല. ഇതിൻ്റെ പേരെന്താ, നൊസോ എന്തോ ഒരു സാധനമാണ്. ഇതിൻ്റെ ഇലയും പൂവും ഒക്കെ നമുക്ക് തിന്നാൻ പറ്റുന്നതാണ്. ഓറഞ്ച് പൂക്കൾ ഇതിലുണ്ടാകും, സാലഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു ഹെർബാണ്, സെയ്ജ് എന്ന് പറഞ്ഞ്. നാട്ടിൽ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇതിന് നല്ല മണം, ഇറച്ചിക്കകത്തൊക്കെ ഇടാൻ നല്ലതാണ്. പിന്നെ ഇത് എൻ്റെ വെളുത്തുള്ളിയാണ്, പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ വെളുത്തുള്ളി ട്രൈ ചെയ്യുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വിൻ്ററിൽ ഇട്ടിരുന്നതാണ്, പക്ഷേ തരക്കേട്ടില്ലാതെ ഇതിൽ വെളുത്തുള്ളി പിടിച്ചിട്ടുണ്ട്. ഞാനൊരു ഗ്ലിംസ് എവിടെയോ കണ്ടായിരുന്നു, കണ്ടോ. ഒരു 2-3 ആഴ്ചയും കൂടെ കഴിയുമ്പം ഇവരെയൊക്കെ ഒന്ന് ഇളക്കി നോക്കേണ്ട വരും. ഇതാണ് ഞങ്ങളുടെ ചെറി ട്രീ. ഇത്രയും സ്ഥലമേ ഞങ്ങൾക്കുള്ളെങ്കിലും ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്. കാണാമോ, എവിടെ ചെറി? കണ്ടോ, ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു 3-4 ആഴ്ചയും കൂടെ എടുക്കും ഇതിൽ നിന്ന് പറിക്കാൻ പറ്റണമെങ്കിൽ. ചിലപ്പം പോകുന്നതിന് മുമ്പ് വല്ലതും കിട്ടുമായിരിക്കും. ഇത് ഞാൻ നിങ്ങളോട് ഫ്രീ സൈക്കിളിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അപ്പം ഇതെനിക്ക് ഫ്രീ സൈക്കിളിൽ കിട്ടിയ ഒരു പ്ലം മരമാണ്. ആരോ വീട് മാറിയപ്പോൾ അവർ ഈ മരം കളയാൻ മനസ്സ് തോന്നാതെ അവരിത് ഫ്രീ സൈക്കിളിലിട്ടു. അങ്ങനെ ഞാൻ പോയി കളക്ട് ചെയ്ത് നട്ട ഒരു പ്ലമ്മാണ്. ഇതിന് കഴിഞ്ഞ വർഷം ഞങ്ങൾക്കൊരു 2 പ്ലം ഇതിൽ നിന്ന് കിട്ടിയായിരുന്നു. ഇപ്രാവശ്യം ഇതിൽ അവിടെയും ഇവിടെയും ഒക്കെ കാ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഈ വർഷത്തെ ഒരു സ്പെഷ്യൽ സാധനം. ഇത് ഇവിടുത്തെ ഗൂസ്ബെറിയാണ്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ നെല്ലിക്ക പോലെ ഇതിന് പുളിയില്ല. ഇത് നല്ല മധുരമുള്ള ഗൂസ്ബെറിയാണ്. അപ്പം ഇതിൽ നല്ലപോലെ കാ പിടിച്ചിട്ടുണ്ട്. ഇത് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇത് ചിലപ്പോൾ ശരിയാകുമായിരിക്കും. കൂടി വന്നാൽ ഒരാഴ്ച, അതിനുള്ളിൽ ഇതേന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കിവിടെ ഉള്ളത്, ഇതെനിക്ക് ആരോ തന്ന ഒരു തക്കാളി തൈയാണ്. കിട്ടിയാൽ കിട്ടി എന്നുള്ള മട്ടിൽ ഞാനത് അവിടെ നട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിക്കുന്ന പൊട്ടാറ്റോ കിളുത്ത് പോകുന്നത് ചുമ്മാ ഇങ്ങോട്ട് ഇട്ടേക്കും. അതെപ്പോഴും കിളുത്ത് വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ അധികം പൊട്ടാറ്റോ യൂസ് ചെയ്യാറില്ല.
പക്ഷേ എപ്പോഴെങ്കിലും പൊട്ടറ്റോ വേണമെങ്കിൽ ഇവിടെ വന്നൊന്ന് മാന്തി നോക്കിയാൽ മിക്കപ്പോഴും കിട്ടാറുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ മുന്തിരി, ഇതിലും കാ പിടിച്ച് വരുന്നു. ഇതേന്ന് കാ കിട്ടും എന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഇതും സാധാരണ ഓഗസ്റ്റൊക്കെ ആകുമ്പോഴാണ് ഇതിൽ നല്ലപോലെ കാ വരാറ്. അതും ഇതിലിങ്ങനെ ഇങ്ങനെ കായ്ച്ച് കിടക്കും. നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ 1-2 ദിവസത്തിനകം പറിക്കാം എന്ന് വിചാരിക്കുമ്പോൾ ഒറ്റ ദിവസം എല്ലാ കിളിയും കൂടെ വന്ന് ഒറ്റ അറ്റാക്ക് ചെയ്യും. 1 മണിക്കൂറിനുള്ളിൽ ഇത് കാലിയായി പോവും. അതാണ് ഒരു പതിവ്. പിന്നെ ഇതിൻ്റെ ഇലയിൽ ഞാൻ മിൻസ് മീറ്റ് പാക്ക് ചെയ്ത് സ്റ്റഫ്ഡ് വൈൻ ലീവ്സ് ഉണ്ടാക്കാറുണ്ട്. അത് ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങളുടെ വീട്ടിലെ ഒരു ഫേവറേറ്റ് ആണ്. പിന്നെ ഇവിടെ വേറെയും കുറച്ച് സ്ട്രോബെറി എല്ലാം കാപിടിച്ച് വരുന്നു. ഇത് ഞങ്ങളുടെ ലാവൻഡർ പ്ലാന്റ് ഇപ്രാവശ്യം ഇച്ചിരി ലേറ്റാണ്. ബാക്കിയെല്ലാം നേരത്തെ വന്നപ്പം ഇത് ലേറ്റായി. ഇതാണ് ഞങ്ങളുടെ പറമ്പിലെ വിശേഷങ്ങൾ. ശരിക്കും അപ്പം നമുക്ക് എത്ര ഫ്രൂട്ട്സ് ഉണ്ട്? ഗൂസ്ബെറി, പ്ലം, ചെറി, ആപ്പിൾ, സ്ട്രോബെറി, ഗ്രേപ്സ്, 6 തരം ഫ്രൂട്ട്സ് ഉണ്ട് ഈ ഒരു കുഞ്ഞിക്കിനാടി ഗാർഡനിൽ. അപ്പോൾ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിൽ അല്ലേ? ഇതിനകത്ത് ഇനിയും ഫ്രീ സ്പേസ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ നടാൻ. ഇപ്രാവശ്യം നമ്മൾ അതിന് വലിയൊരു ഇൻട്രസ്റ്റ് എടുക്കാഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയുമായിട്ട് അധികം താമസിയാതെ കാണാം.